ഹായ് ഫ്രണ്ട്സ്, കമ്പിളി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ ഡേ 4 ആണ് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അച്ചാമ്മ ഇന്ന് തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അപ്പോൾ അച്ചാമ്മേനെ ഇന്ന് ജസ്റ്റ് തൊഴിലുറപ്പിന് കൊണ്ടുപോകണം. കൊണ്ടാക്കി വണ്ടിയിൽ അച്ചാമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കി കൊടുക്കണം. പിന്നെ എൻ്റെ കുറച്ച് തുണിയൊക്കെ ഉണ്ട്, അത് കഴുകണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് വിരിച്ച ദിവസമല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് രാവിലെ തൊട്ട് എനിക്കൊട്ടും വയ്യ. പീരീഡ്സായിട്ട് ഒടുക്കത്തെ വയറുവേദന വെച്ചാൽ ഒടുക്കത്തെ വയറുവേദനയാണ്. എൻ്റെ പൊന്നോ, കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എന്നമ്മോ, എന്തൊരു വേദനയാണ് എന്തോ. ഈ വയറുവേദനയ്ക്കൊക്കെ ചെറിയൊരു ശമനം കിട്ടാൻ ചൂടുള്ളത് കുടിക്കുമ്പോൾ ചെറിയൊരു ശമനം കിട്ടും കേട്ടോ. അങ്ങനെ അമ്മ എനിക്ക് വെറും ചായയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. എന്നെ കാണുമ്പോഴേ ചെറിയൊരു പ്രാന്തി ലുക്കാണ്. ഒരു ഏകദേശം ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദന കുറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഉച്ചയ്ക്ക് ഞാൻ രാവിലെ പോലും ഞാൻ ഒന്നും കഴിച്ചില്ല. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അമ്മ എനിക്ക് പുട്ടുരുളം കിഴങ്ങും കറിയും കൂടിയൊക്കെ എടുത്തുകൊണ്ട് തന്നു. വൈകിട്ട് ഞാൻ അച്ചാമ്മനെ വിളിച്ചുകൊണ്ട് വന്നു. കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് വയറുവേദനയൊക്കെ ജസ്റ്റ് കുറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വൈകിട്ട് കട്ടനും കുടിച്ചു, പിന്നെ മിച്ചർ കഴിച്ചു. അതിനുശേഷം ആ ഒരു ടൈമിൽ മഴ പെയ്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാറ്റ സ്കൂൾ വിട്ട് വന്നിട്ട് കുഞ്ഞാറ്റ കുറച്ച് കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്. പരീക്ഷയ്ക്ക് പോലും നേരെ ചൊവ്വയിരുന്ന് പഠിക്കാത്ത കുട്ടി SPCക്ക് വേണ്ടി മാത്രം ഇരുന്ന് പഠിക്കണം. കിട്ടും കുഞ്ഞാറ്റ SPC പ്രതീക്ഷ കുഞ്ഞാരെ കൈവിടില്ലെന്നാണ്. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടരുത് പഠിക്കുന്ന കുട്ടീനെ നിങ്ങൾ ഈ കാണുന്നു. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പഠിക്കല്ലേ. എനിക്ക് ഇച്ചിരി വയറുവേദന കുറഞ്ഞതിൻ്റെ അഹങ്കാരമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ ഞാനും രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് അനിയനും അനിയത്തിയും പൊറോട്ട കഴിക്കണം ഭയങ്കര ആഗ്രഹം. പിന്നെ അച്ഛൻ പറഞ്ഞ എല്ലാവർക്കും പൊറോട്ട മേടിക്കാനും പറഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടെ കേട്ടോ പോയത്. പിന്നെ MS സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അവിടെ നിന്ന് പുഡിങ് വാങ്ങിച്ചായിരുന്നു. പുഡിങ് കണ്ട ഉടനെ അമ്മ അത് പൊട്ടിച്ചിട്ട് ഒറ്റ കഴിപ്പായിരുന്നു. ഓ എൻ്റെ പൊന്നോ, അങ്ങ് നിറഞ്ഞു പോയ രീതിയിൽ ഒറ്റ കഴിപ്പായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റ ചെന്നിട്ട് വായിൽ നോക്കണേ, ഈ വായിലെല്ലാം കുടുങ്ങിയിരിക്കണം എന്ന് ചെന്ന് നോക്കായിരുന്നു. പിന്നെ കുഞ്ഞാറ്റ കഴിച്ചു, ഞാൻ കഴിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി രാത്രി പൊറോട്ട, ബീഫ്, ചിക്കൻ എല്ലാം മേടിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അടുത്ത് വിളിക്കണം.